CBSE 10th റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. ഇന്ന് April 15th, വിഷു പുലരിയുടെ ദിവസമാണ്. എല്ലാവർക്കും വിഷു ആശംസകൾ. ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം ഇന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ. റിസൾട്ട് അറിയാൻ നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്? cbseresult.nic.in. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഒരല്പം ഹാങ് ആകാൻ ചാൻസ് ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഈ റിസൾട്ട് അറിയാൻ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കേണ്ടത്? ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. cbseresult.nic.in എന്ന വെബ്സൈറ്റ് വഴി സെർച്ച് ചെയ്യാൻ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ 3 ക്രെഡൻഷ്യൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ്? ഡേറ്റ് ഓഫ് ബർത്ത്, റോൾ നമ്പർ, സ്കൂൾ കോഡ്. ഈ 3 കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ റിസൾട്ട് അറിയാം. റിസൾട്ട് അറിയുമ്പോൾ നല്ല റിസൾട്ട് ആണെങ്കിൽ സന്തോഷിച്ചോളൂ കേട്ടോ. ഒരല്പം മോശമായാൽ വിഷമിക്കുമൊന്നും വേണ്ട. ഈ വർഷം CBSE ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരവും തരുന്നുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നെ 10ാം ക്ലാസ്സിൻ്റെ ഈ മാർക്ക് എന്ന് പറയുന്നത് 11th 12th അഡ്മിഷന് വേണ്ടി മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഈ പരീക്ഷ ഓർത്ത് ഒത്തിരി വിഷമമൊന്നും വേണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഇനി റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹാങ് ആകുന്നു, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയി ചെയ്യേണ്ട ഒരു ട്രിക്ക് ഉണ്ട്. അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യുക, ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ CBSEയുടെ റിസൾട്ട് അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാൻ നമ്മൾ ആധാർ നമ്പറിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ തന്നെ വെച്ച് ഒരു OTP വെച്ച് വെരിഫൈ ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ഇതെപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. പിന്നീട് ഈ ഡിജി ലോക്കർ യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം ഈ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ആവശ്യം വരും. ഇതിനോടൊപ്പം നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമുക്ക് ഗോ ടു എടുത്ത് സെർച്ച് ഡോക്യുമെന്റ്സും ഇഷ്യൂഡ് ഡോക്യുമെന്റ്സും സെലക്ട് ഇഷ്യൂറും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് CBSE സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്തും റോൾ നമ്പറും സ്കൂൾ കോഡും ഒക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ CBSEയുടെ റിസൾട്ട് ഈ ഡിജി ലോക്കറിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്താൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് ഈ ഡിജി ലോക്കറിൽ നിന്നും നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. പിന്നീടുള്ള ഓരോ ആവശ്യങ്ങൾക്കും നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് ഷെയർ ചെയ്യാനും എവിടെ പോയാലും ക്യാരി ചെയ്യാനും എല്ലാം ഈ ഡിജി ലോക്കർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ 10ാം ക്ലാസ് CBSE എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ എല്ലാ മക്കൾക്കും റിസൾട്ട് അറിയുമ്പോൾ നല്ല വിജയം നേടാൻ സാധിക്കട്ടെ. നമ്മൾ അറിഞ്ഞെടുത്തോളം ഈ വർഷത്തെ പേപ്പർ വാല്യൂഷൻ ഒക്കെ വളരെ ഈസി ആയിരുന്നു. കുട്ടികൾ നല്ല മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നല്ല മാർക്കുകളായിരിക്കും ലഭിക്കുക. നല്ല ആത്മവിശ്വാസത്തോടെ റിസൾട്ടിനെ അപ്രോച്ച് ചെയ്യുക. നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി വിഷുവിന്റെയും CBSEയുടെ നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന ആശംസകൾ നേരുന്നു. ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ, ഓൾ ദ ബെസ്റ്റ്.